നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. യുഎഇയിൽ 1172 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1769 പേർ കൂടി രോഗമുക്തരായപ്പോൾ 3 കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു. 1,56,940 പരിശോധനകൾ കൂടി നടത്തിയതിന് നിന്നാണ് പുതിയ കോവിഡ് കേസുകൾ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് 5,25,567 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരിൽ 5,06,020 പേരും ഇതിനോടകം തന്നെ രോഗമുക്തരായിട്ടുണ്ട്. കോവിഡ് ബാധിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 10 പേർ കൂടി മരിച്ചതായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ ആകെ മരണം 2053 ആയി. 1093 പേർക്ക് കൂടി പുതുതായി രോഗം ബാധിച്ചിട്ടുമുണ്ട്. ആകെ രോഗികൾ രാജ്യത്ത് ഇതോടെ 1,96,900 ഉയർന്നു. ഇവരിൽ 1,78,000 പേർ ഇതിനകം തന്നെ രോഗമുക്തരായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 1,219 പേരാണ് രോഗമുക്തരായിട്ടുള്ളത്. രോഗവിമുക്തി നിരക്ക് 90.4%. 90 പേരെയാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതോടെ ആശുപത്രിയിൽ കഴിയുന്നവരുടെ എണ്ണം 816 ആയി. ബഹറിലേക്കുള്ള യാത്രയ്ക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റിലെ QR കോഡ് പ്രവർത്തനക്ഷമമായിരിക്കണമെന്ന് ഇന്ത്യൻ എംബസി അധികൃതർ. QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നിശ്ചിത രൂപത്തിൽ റിസൾട്ട് ലഭിക്കാത്തതിനാൽ ചില യാത്രക്കാർക്ക് ബഹ്റിൻ വിമാനത്താവളത്തിൽ പ്രശ്നം നേരിട്ടതിനെ തുടർന്നാണ് അറിയിപ്പുണ്ടായത്. ഒമാനിൽ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കുള്ള ചെറിയ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. മെയ് 12 മുതലാണ് ഒമാനിൽ പൊതു അവധി ആരംഭിക്കുക. പെരുന്നാൾ മെയ് 13 വ്യാഴാഴ്ചയാണെങ്കിൽ 15 വരെയാകും അവധി ലഭിക്കുക. എന്നാൽ പെരുന്നാൾ 14 17 വരെയാകും അവധി ഉണ്ടാകുക. 18 ചൊവ്വാഴ്ച മുതലാകും ഓഫീസുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കുക. സ്വകാര്യ മേഖലയിലെ കച്ചവട സ്ഥാപനങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ അനിവാര്യമാണെങ്കിൽ ജീവനക്കാരെ ജോലിക്ക് പ്രവേശിപ്പിക്കാം. എന്നാൽ ഇവർക്ക് പ്രത്യേക നഷ്ടപരിഹാരം നൽകണമെന്നും മാനവവിഭവശേഷി മന്ത്രാലയം അറിയിച്ചു. യുഎഇ ഫെഡറൽ ഗവൺമെന്റ് ജീവനക്കാരുടെ ചെറിയ പെരുന്നാൾ അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചു. ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് ആണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് പുറപ്പെടുവിച്ചത്. റംദാൻ 29 മുതൽ ശവ്വാൽ 3 വരെയുമായിരിക്കും. സർക്കാർ മേഖലയിലെ അവധി റമദാനിൽ 29 ദിവസം മാത്രമായിരിക്കുമെങ്കിൽ മെയ് 11 ചൊവ്വാഴ്ച മുതൽ മെയ് 14 വെള്ളിയാഴ്ച വരെ 4 ദിവസത്തെ അവധി ലഭിക്കും. റമദാനിൽ 30 ദിവസം ഉണ്ടാകുമെങ്കിൽ മെയ് 11 ചൊവ്വാഴ്ച മുതൽ മെയ് 15 ശനിയാഴ്ച വരെയും അവധി ലഭിക്കും. ഏപ്രിൽ 13 യുഎഇയിൽ റമദാൻ ആരംഭിച്ചത്. എമിറേറ്റ്സ് റോഡിൽ തിങ്കളാഴ്ച 34 കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ഷാർജയിലേക്കുള്ള ദിശയിൽ അൽ ഖുർദ് പാലത്തിന് ശേഷമായിരുന്നു അപകടം നടന്നതെന്ന് ദുബൈ പോലീസ് അറിയിച്ചു. ശക്തമായ പൊടിക്കാറ്റ് കാരണം ഡ്രൈവർമാരുടെ കാഴ്ച ദുഷ്കരമായതിനാണ് അപകടം സംഭവിച്ചത്. അപകടത്തെ തുടർന്ന് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ മറ്റു വഴികൾ തിരഞ്ഞെടുക്കണമെന്ന് ഡ്രൈവർമാരോട് പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തു. അപകടത്തിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്ന് ദുബൈ പോലീസ് ട്രാഫിക് വിഭാഗം ഡയറക്ടർ അറിയിച്ചു. വാക്സിൻ ലഭ്യതയുടെ കുറവ് കാരണം കുവൈത്തിൽ ഫൈസർ ഓക്സ്ഫോർഡ് വാക്സിനുകളുടെ 2ാം ഡോസ് വിതരണ കാലാവധി നീട്ടിക്കൊണ്ട് ആരോഗ്യ മന്ത്രാലയം ഉത്തരവിട്ടു. ഫൈസർ വാക്സിൻ എടുത്തവർക്ക് 2ാം ഡോസ് എടുക്കാനുള്ള ഇടവേള സമയം 21 ദിവസത്തിൽ നിന്ന് 6 ആഴ്ചയാക്കി ദീർഘിപ്പിച്ചത്. എന്നാൽ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇത് ബാധകമാവില്ല. അവർക്ക് നിലവിലെ 21 ദിവസം കഴിഞ്ഞാൽ 2ാം ഡോസ് എടുക്കാൻ സാധിക്കും. അതേസമയം ഓക്സ്ഫോർഡിന്റെ 2 ഡോസുകൾക്കിടയിലെ ദൈർഘ്യം 12 ആഴ്ചയിൽ നിന്ന് 3 മുതൽ 4 മാസം വരെയാക്കി ഉയർത്തിയിട്ടുണ്ട്. വാക്സിൻ നിർമ്മാതാക്കൾ അനുവദിച്ച ഇടവേള കൂടിയാണിത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച മെഡിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള 300 ടൺ സഹായ വസ്തുക്കളുമായി ഖത്തർ എയർവേസ് കാർഗോ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. PPE കിറ്റ്, ഓക്സിജൻ കാനിസ്റ്ററുകൾ, മറ്റ് അവശ്യ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയ്ക്ക് പുറമെ വ്യക്തികളും കമ്പനികളും സംഭാവന ചെയ്ത ധനസഹായവും ഉൾപ്പെടുന്നതാണ് കാർഗോ ഷിപ്മെന്റ്. 100 ടൺ വീതം 3 വിമാനങ്ങളിലായി 3 നഗരങ്ങളിലേക്കായാണ് എത്തിക്കുക. ഡൽഹി, ബംഗളൂരു, മുംബൈ എന്നിവിടങ്ങളിലേക്കാണ് വസ്തുക്കൾ എത്തിക്കുന്നത്. ഒമാനിൽ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ രാജി സ്വീകരിക്കേണ്ടത് ആരോഗ്യമന്ത്രിയുടെ സർക്കുലർ. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ അസാധാരണ സ്ഥിതിവിശേഷം കണക്കിലെടുത്താണ് ഈ തീരുമാനം. രാജ്യത്തെ ആരോഗ്യ സംവിധാനത്തിന്റെ കാര്യക്ഷമത കാത്തുസൂക്ഷിക്കാനും ഗുണനിലവാരം ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ടാണ് നടപടി. മഹാമാരിയുടെ ആഘാതം മറികടക്കുന്നതിന് എല്ലാ രംഗങ്ങളിൽ നിന്നുമുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്താനും പുതിയ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നു. രാജ്യത്ത് പൊതുജനാരോഗ്യ സുരക്ഷയ്ക്ക് ഭീഷണി നേരിടുകയോ പ്രത്യേക രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ ചെയ്യുമ്പോൾ ആരോഗ്യമന്ത്രിക്ക് നിയമപ്രകാരം ലഭിക്കുന്ന പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഉറക്കത്തിനിടെ തുണി കഴുത്തിൽ കുരുങ്ങി പിഞ്ചു കുഞ്ഞിന് ദാരുണാന്ത്യം. കുവൈത്തിലാണ് സംഭവം നടന്നത്. അപകട വിവരമറിഞ്ഞ് പോലീസും പാരാമെഡിക്കൽ സംഘവും സ്ഥലത്തെത്തിയപ്പോഴേക്കും കുട്ടി ശ്വാസം മുട്ടി മരിച്ചിരുന്നു. അതേസമയം സംഭവത്തിൽ ദുരൂഹത പൂർണ്ണമായും തള്ളിക്കളയാറായിട്ടില്ലെന്നും ഫർബാനിയ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്.